മടുത്തു ഈ ജീവിതം. എന്തിനാ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത്? ഇതിലും ഭേദം മരിച്ചാ മതിയായിരുന്നു. ഈ ലോകത്തിൽ നാം ആരും തനിച്ചല്ല എന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ ക്രിസ്മസ് കാർഡുകളും നമ്മെ തേടിയെത്തുന്നത്. അതിനു പിൻപിൽ മനോഹരമായൊരു കഥയുണ്ട്. മറ്റൊരാൾ തൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ, ദൂരത്തിനപ്പുറത്തുള്ള സ്നേഹത്തിൻ്റെ, നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖവും നാം നൽകിയ ഓർമ്മകളും മറ്റൊരാളെ പ്രചോദിപ്പിച്ചതിൻ്റെ, സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ നമുക്കായി എഴുതി തീർത്തതിൻ്റെ, നമുക്ക് വേണ്ടി ധാരാളമായി നൽകുവാൻ കൊതിക്കുന്ന മനസ്സിൻ്റെ മനോഹരമായ കഥ. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ദൈവപുത്രനായ ഈശോ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാണ്. ഈ ഒരു പ്രത്യാശയുടെ സദ്വാർത്തയാണ് ഓരോ ക്രിസ്മസിലും നാം ആഘോഷിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ അവന് വന്നു പിറക്കാൻ ഒരിടം കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതവും ദൈവസ്നേഹത്തിന്റെ അലയടികൾ ഉയരുന്ന സംഗീതമായി മാറും. ദൈവസ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് ക്രിസ്തുവിൻ്റെ ജനനം നൽകുന്ന സന്ദേശം. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എളിമയുടെ മാതൃകയായി തീർന്ന ദൈവപുത്രനെ നമുക്കോർക്കാം. കൽക്കട്ടയിലെ തോട്ടിപ്പണിക്കാർ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ സാരി ഉടുത്ത് മദർ തെരേസ താഴേക്കിറങ്ങി. തനിക്ക് കാവൽ നിൽക്കുന്ന സ്വിസ് ഗാർഡുകൾക്ക് കാപ്പി ഉണ്ടാക്കിക്കൊടുത്ത് ഫ്രാൻസിസ് പാപ്പ താഴേക്കിറങ്ങി. മറ്റുള്ളവരുടെ ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കുന്ന തോട്ടികളുടെ ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഗാന്ധിജിയും താഴേക്കിറങ്ങി. നമുക്കും എളിമയുടെ മാതൃകയാകാം. ഏവർക്കും നല്ലൊരു ക്രിസ്തുമസ് പുതുവത്സരം ആശംസിക്കുന്നു. ദൂരെ ദൂരെ നക്ഷത്രങ്ങൾ നിന്നെ ആമോദത്താലുമായി മാലാഖമാർ പാടി. ബെത്ലഹേമിൽ ആരാവിൽ മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടിൽ ദൈവപുത്രൻ വന്നു പിറന്നു. ഉണ്ണിയേശു വന്നു പിറന്നു. ദൂരെ ദൂരെ നക്ഷത്രങ്ങൾ നിന്നെ ആമോദത്താലുമായി മാലാഖമാർ പാടി. ബെത്ലഹേമിൽ ആരാവിൽ മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടിൽ ദൈവപുത്രൻ വന്നു പിറന്നു. ഉണ്ണിയേശു വന്നു പിറന്നു. Yes.